ജില്ലയിൽ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അടിസ്ഥാന രേഖകൾ ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സെപ്റ്റംബറോടെ പദ്ധതി പൂർത്തിയാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അടിസ്ഥാന രേഖകൾ ഉറപ്പാക്കുന്ന പരിപാടി സെപ്റ്റംബറോടെ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇതിനായി വിപുലമായ ഡാറ്റ എൻട്രി ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന സഹമിത്ര ക്യാമ്പ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ഈ ജില്ലാ അഡ്മിനിസ്ട്രേഷനിലെ സഹമിത്ര ഒരു സ്പെസിഫിക് ക്യാമ്പയിൻ ആണ്. സഹമിത്ര ക്യാമ്പയിനിൽ വളരെ ടാർഗറ്റഡ് നമുക്ക് അപ്രോച്ച് ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭിന്നശേഷിനെ അവർക്ക് UDID കാർഡും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും പിന്നെ തന്മുദ്ര രജിസ്ട്രേഷനും ഈ 3 കാര്യങ്ങൾ നമുക്ക് 100% സാച്ചുറേഷനിലേക്ക് നമുക്ക് പോകണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഈ ആക്ടിവിറ്റി നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഭിന്നശേഷി പോപ്പുലേഷൻ ഒരുപാട് സ്പ്രെഡ് ഔട്ട് ആണ്. മൊത്തം ജില്ലയിലെ എല്ലാ വില്ലേജിലെ കുറച്ച് പോപ്പുലേഷൻ ഉണ്ട്. ആ ഭിന്നശേഷിനെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമുക്ക് ഒരുമിച്ചൊരു സ്ട്രക്ചർ വെച്ചിട്ട് ഈ സഹമിത്ര പ്രോഗ്രാമിൽ നമുക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ ഉണ്ടായിരുന്നു, ഈ ഭിന്നശേഷി ആർക്ക് ഒരു ഫിസിക്കലായിട്ട് ഫോം ഞാൻ തന്നു. ആ ഫോമിൻ്റെ എന്താണ് എൻട്രീസ് വിച്ച് ഇസ് റിക്വയർഡ് ഫോർ തന്മുദ്ര രജിസ്ട്രേഷൻ, വിച്ച് ഇസ് റിക്വയർഡ് ഫോർ UDID കാർഡ് രജിസ്ട്രേഷൻ, ഈ 2 കാര്യത്തിന് വേണ്ടി അവർ ഫോം കളക്ട് ചെയ്തിട്ട് തിരിച്ച് വാങ്ങിച്ചു. ഈ തിരിച്ച് കളക്റ്റഡ് ഫോംസ് വർ പ്രോസസ്ഡ് ബൈ ദി കോളേജ് വോളണ്ടിയേഴ്സ്. കാരണം എത്ര നമ്പറുണ്ട്, അത് നമ്പേഴ്സ് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് സ്റ്റാഫ് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്ര സ്കെയിലിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ കോളേജ് ത്രൂ NSS വോളണ്ടിയർ ത്രൂ ക്യാമ്പസസ് ഓഫ് കോഴിക്കോട് പ്രോജക്റ്റും അവർ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ക്യാമ്പ്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വി അക്രോസ് ദ ഡിസ്ട്രിക്ട് ബ്ലോക്ക് വൈസും പഞ്ചായത്ത് വൈസും 16 to 17 ക്യാമ്പ്സ് വി ഹാവ് കണ്ടക്റ്റഡ്. ഈ ക്യാമ്പിൻ്റെ ഒരു ഡേറ്റ എൻട്രി ക്യാമ്പാണ്. അതിൽ കോളേജ് വോളണ്ടിയർമാർ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ NSS കോർഡിനേറ്റർമാർ, നമുക്ക് സൈഡിലെ KSSM കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും അവർ ഇൻവോൾവ് ആണ്. പിന്നെ നമ്മുടെ കളക്ടറേറ്റിലെ കോർ ടീം അത് ഇൻവോൾവ് ആയിരുന്നു. അത് എല്ലാവരും ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ജില്ലാ കളക്ടർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഇൻറ്റേൺസ് ആണ് മെയിൻ, വിച്ച് ആർ ഡീസെൻട്രലൈസ്ഡ് ലെവലിൽ കോർഡിനേറ്റേഴ്സ് ആണ്. ഈ കോർഡിനേറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കിയിട്ട് എല്ലാ കോളേജിൻ്റെ ക്യാമ്പ് സക്സസ്ഫുൾ ആയിട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇത് ലാസ്റ്റ് മെഗാ ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ UDID കാർഡ് രജിസ്ട്രേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം UDID കാർഡ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ വേണം. അത് രജിസ്ട്രേഷനിലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ വെരിഫൈ ചെയ്തിട്ട് വേണ്ടി വരും. ഈ ക്യാമ്പിൻ്റെ എന്താ ആവശ്യം, കാരണം ഈ ക്യാമ്പ് അല്ലാതെ റുട്ടീനായിട്ട് പോകണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അത് സമയം നമുക്ക് ഒരുപാട് പോകും. അതിൽ ഒരു 1 ടൈം പുഷ് ആക്ടിവിറ്റി പോലെ നമുക്ക് ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പ് രജിസ്ട്രേഷനും തന്മുദ്രൻ്റെ രജിസ്ട്രേഷൻ ഇത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൻ്റെ പോർട്ടലാണ്. അതിൽ രജിസ്ട്രേഷനും പിന്നെ പാരലലായിട്ട് ഭിന്നശേഷിനെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ആ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിലെ അപ്ഡേഷനും അല്ലെങ്കിൽ മോഡിഫിക്കേഷനും അല്ലെങ്കിൽ പുതിയ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആ ഇൻഫോർമേഷൻ നമുക്ക് ഈ UDID രജിസ്ട്രേഷനിലേക്ക് കിട്ടും. സാമൂഹ്യ സുരക്ഷാ മിഷൻ, ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 20,000 പേരുടെ വിവരങ്ങളാണ് ജില്ലയിൽ നിന്നും ശേഖരിച്ചത്. ACV ന്യൂസ്, കോഴിക്കോട്.